ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ രാജി. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സർപ്രൈസ് ട്രിപ്പിന് പോവാണ് ഞങ്ങൾ കേട്ടോ. ആ സർപ്രൈസ് ഉദ്ദേശിച്ച് വേറെ ആർക്കുമല്ലോ കേട്ടോ, കുഞ്ഞുമണീസിനാണ്. അവർക്ക് എന്തുവാണ് ഏതാണെന്നൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്നത് വേറെ എങ്ങുമല്ല, ഊട്ടിയിലേക്കാണ്. പലപ്പോഴും ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഞങ്ങൾ ബാംഗ്ലൂരിൽ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് നടന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു പ്ലാനിങ്ങും നടത്താതെ ഒറ്റ രാത്രി കൊണ്ട് തീരുമാനിച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങി. രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ വണ്ടി കൊണ്ട് നാട്ടിലിട്ടേക്കുന്നുണ്ട്. നമുക്ക് ഓൺ വണ്ടി ഇല്ലാത്തത് കൊണ്ടും നമ്മൾ റെന്റിന് വണ്ടി എടുക്കുമായിരുന്നു കേട്ടോ. കാരണം ഒരു രാത്രി കൊണ്ട് തീരുമാനിച്ചുകൊണ്ട് റെന്റിന് എങ്ങനെ വണ്ടി എടുക്കാമെന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അതെല്ലാം റെഡിയായി കൈ കിട്ടിയപ്പോൾ 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 12 മണി ആയപ്പോഴേക്ക് ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കിക്കൊണ്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഒരിടത്ത് നമ്മൾ നിർത്തി ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ യാത്ര തുടർന്നത് കേട്ടോ. അങ്ങനെ മൈസൂർ റൂട്ട് കയറി ഞങ്ങൾ ഏകദേശം നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വന്ന വഴിക്കെല്ലാം നമ്മൾ കുറേ മൃഗങ്ങളെ കണ്ടു. മെയിനായിട്ട് കണ്ട സാധനം ഇതാണ് കേട്ടോ, മാന്, പിന്നെ കുരങ്ങന്. ഇതിനെ രണ്ടിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടതെന്ന് തോന്നുന്നു. കുട്ടികളാണെങ്കിൽ ഓരോന്നിനെയും കാണുമ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. വലിയ ആൾ ആദ്യം കയറിയപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ഉറക്കവും ക്ഷീണവും ഒക്കെ ആയിരുന്നെങ്കിലും ഈ കാട്ടിലോട്ട് കയറി കഴിഞ്ഞ് ഓരോ മൃഗങ്ങളെ കണ്ടപ്പോൾ ആളും ഇൻട്രസ്റ്റഡ് ആയി കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ട് കുരങ്ങനെ കണ്ടു, മാനിനെ കണ്ടു, ഇപ്പം മയിലിനെ കണ്ടു. അങ്ങനെ നമ്മൾ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കർണാടക ബോർഡർ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി നമ്മുടെ തമിഴ്നാട് ബോർഡറിലേക്ക് കയറി കേട്ടോ. കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത ആളെ കണ്ടു, കാട്ടാന. അതൊരു കൂട്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എങ്ങും നമുക്ക് നിർത്തി ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. കാരണം എപ്പോഴാണ് ആരാണ് നമ്മുടെ മുന്നിൽ വന്ന് ചാടുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് പോകുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ ഈ കേൾക്കുന്നത് രണ്ടെണ്ണോടെ ആനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആനയുടെ ഒരു നഴ്സറി റൈം പാടുന്നതാണ് കേട്ടോ. അങ്ങനെ അവരുടെ നഴ്സറി റൈമൊക്കെ കേട്ട് നമ്മൾ ഊട്ടിക്ക് കയറാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ചുരമൊക്കെ കയറി വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഇനി പോകുന്ന വഴിക്കും നമ്മൾ കാട് കടന്നു തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മൾ അങ്ങനെ വന്ന് അടുത്ത ആളെ കണ്ടു, പോത്ത്. അങ്ങനെ നമ്മൾ ഏകദേശം കുറേ മൃഗങ്ങളെ കണ്ടു. മെയിനായിട്ടുള്ള ടൈഗറിനെ കണ്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഊട്ടിക്കലോട്ടുള്ള നമ്മുടെ ഹെയർ പിന്നുകൾ എനിക്ക് തോന്നുന്നു ഒരു 10-20 എണ്ണം ഉണ്ടെന്ന്. എല്ലാം കയറി ഇറങ്ങി ഇടയ്ക്കൊക്കെ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നു, പക്ഷെ പോയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വില്ലിംഗ്ടൺ കണ്ടോൺമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പട്ടാളക്കാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഇവിടുത്തെ നമ്മുടെ ആരാംഘർ, അതായത് ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് കേട്ടോ, വില്ലിംഗ്ടണിലെ. കാരണം നമ്മൾ റിസോർട്ടിലൊക്കെ അല്ലെ വേറെ ഹോട്ടലിലൊക്കെ എടുത്ത് പൈസ ഒരുപാടാകുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇവിടുത്തെ ഈ ഗസ്റ്റ് റൂം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ റിസോർട്ടിലൊക്കെ കിട്ടുന്ന വലിയ സൗകര്യങ്ങളൊന്നും ഇതിന് കിട്ടണമെന്നില്ല. എന്നാൽ അത്യാവശ്യം വേണ്ടുന്ന പൊതുവേ നമ്മൾ കാണുന്ന ഗസ്റ്റ് റൂമിനെക്കാട്ടിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് റൂം തന്നെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡും ഒക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടൊരു ഉറക്കമൊക്കെ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ നമ്മൾ വീണ്ടും എല്ലാവരോടും ഒരുങ്ങി കെട്ടി ഇറങ്ങുകയാണ് കേട്ടോ. രാത്രിയിലൊക്കെ മഴയുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴൊക്കെ മഴയായിരുന്നു കേട്ടോ. രാവിലെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഭയങ്കര തണുപ്പായിരുന്നേ. പിന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടിയിട്ടാണ് പോയത്. ഊട്ടി ആയതുകൊണ്ട് അത്യാവശ്യം പ്രത്യേകിച്ച് ക്രിസ്മസ് നമ്മുടെ ഡിസംബർ സമയം ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാം കൊണ്ടാണ് പോയത്. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര കോടയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിക്കാതാണ് രാവിലെ ഇറങ്ങിയത്. നമ്മൾ നേരെ മെയിനായിട്ടുള്ള സ്ഥലത്തേക്ക് വന്നു. അവിടെ വന്നപ്പോൾ നമ്മുടെ മലയാളി ഹോട്ടലായ തലശ്ശേരി ഹോട്ടൽ കണ്ടു കേട്ടോ. അവിടെ കയറി നമ്മൾ അച്ചച്ചൻ മസാല ദോശ കഴിച്ചു. ഞങ്ങൾ അപ്പവും കടലക്കറിയും ചിക്കൻ കറിയൊക്കെയാണ് വാങ്ങിയത് കേട്ടോ. അവർക്കും അപ്പം മതി എന്ന് പറഞ്ഞ് എനിക്കും മസാല ദോശയോട് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ഈ മഞ്ഞത്ത് ഈ ഗ്യാസ് കയറുന്ന സാധനം വേണ്ടാന്ന് വെച്ചിട്ടാണ് അത് വാങ്ങിയത്. അങ്ങനെ നമ്മൾ ആദ്യം വന്നത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എവിടോട്ട് തിരിഞ്ഞാലും റീൽസ് എടുപ്പാണ് കേട്ടോ. എവിടെ നോക്കിയാലും നമുക്ക് അത് മാത്രമേ കാണാനുള്ളായിരുന്നു. അപ്പം ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, എന്തായാലും ഇവിടെ ഇപ്പം നമുക്ക് റീൽസ് എടുക്കുന്നതിന് ആരെയും നോക്കുവോ ചമ്മുവോ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എവിടെ നോക്കിയാലും ആരാണേലും പിള്ളേർ സെറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കോളേജുകളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലായിടം കറങ്ങി തിരിഞ്ഞ് നമുക്ക് തണുപ്പായതുകൊണ്ട് ഇച്ചിരി ചൂട് ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ചായയൊക്കെ ഞങ്ങൾ വാങ്ങി കുടിച്ചു. വീണ്ടും അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ റീൽസ് എടുപ്പ്. ഇതൊക്കെയാണ് കേട്ടോ. ഈ കുട്ടികൾ മുഴുവനും മലയാളികളാണ്. എല്ലാവരും അവിടെ എവിടെ നിന്ന് റീൽസ് എടുപ്പായിരുന്നു കേട്ടോ. നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. എന്നിട്ട് നേരെ വെളിയിലിറങ്ങി കേട്ടോ. വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗം നിറച്ച് നമുക്ക് ഷോപ്പിങ്ങിന് പറ്റിയ കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നേ. നമ്മൾ കുറേ ഇങ്ങനെ തപ്പി കുറേ കാര്യങ്ങളൊക്കെ
നോക്കി. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ബണ്ണി ഒരു ഇതുണ്ടല്ലോ, എന്തായാലും അതാ ഈ സാധനം ഇവർ വെച്ചേക്കുന്ന സാധനം കണ്ടില്ലേ, ഇത് വാങ്ങാൻ വേണ്ടി നോക്കി കേട്ടോ. നോക്കിയപ്പോഴാണെങ്കിൽ 150 രൂപ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഒരു അമ്മച്ചിയുടെ കടയിൽ ചെന്ന് ഇങ്ങനെ ബാർഗനൊക്കെ ചെയ്ത് ഒരു 150 രൂപയ്ക്ക്, ഒരെണ്ണത്തിന് 150 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയെടുത്തു കേട്ടോ. വേറെ ആരും കുറച്ച് തന്നില്ലേ. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ ലേക്കിൻ്റെ അവിടേക്ക് വന്നു. അവിടെ വന്ന് മെയിനായിട്ടുള്ള സാധനം ഇതാണല്ലോ ബോട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽ പോവുകയാണ് കേട്ടോ. നമ്മൾ പെഡൽ എടുത്തില്ല. ഞാൻ പറഞ്ഞു പെഡൽ എടുത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചവിട്ടി അവിടെ പെഡൽ ചെയ്തവരെല്ലാം കുറേ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലും നല്ലത് റോ ചെയ്യുന്ന ഒരാളെ എടുത്തിട്ട് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലും കയറി നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോഴേക്ക് ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയം ആയതുകൊണ്ടും രാവിലെ കഴിച്ചിട്ട് പിന്നെ ഒരു ചായ അല്ലേ കുടിച്ചത്, അതുകൊണ്ട് വയറ് നല്ല ചീത്തവിളിയായിരുന്നു. എനിക്ക് എന്തെങ്കിലും വയറ്റിലോട്ട് ഇട്ടതായോ എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഉള്ള ലേക്കിൻ്റെ അവിടെ തന്നെയുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി പാവ് ബജി, നൂഡിൽസ്, ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങി. കൂട്ടത്തിലൂടെ മസ്കാബൺ എഴുതിയിരിക്കുന്നതുകൊണ്ട് അതുകൂടെ വാങ്ങി. കാരണം നമ്മൾ ഓൾറെഡി മസ്കാബണ്ണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അച്ഛൻ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരെണ്ണം വാങ്ങിയതാണ്. വെറും പൊളിയായിരുന്നു, ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ കുറേ പറ്റിക്കുകയൊക്കെ ചെയ്തു. കോരിത്തരാമെന്നൊക്കെ പറഞ്ഞ് തുറക്കുമ്പോൾ സ്വന്തം വായിലേക്ക് വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു, അതിൽ കയറി. അത് കയറിയപ്പോൾ എനിക്ക് നമ്മുടെ താളവട്ടത്തിൽ മോഹൻലാലിൻ്റെയും കാർത്തികയുടെയും ആ ഒരു പാട്ടൊക്കെയാണ് ഓർമ്മ വന്നത്. കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. അതൊക്കെ കണ്ട് വീഡിയോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. അവിടുന്ന് നേരെ ഇറങ്ങി അടുത്തുള്ളൊരു ചോക്ലേറ്റ് ഫാക്ടറി എന്നൊക്കെ ഇടുന്ന ഒരുപാട് കടകളുണ്ട് അവിടെ കേട്ടോ. അതിലൊരു കടയിൽ കയറി കുറേ ചോക്ലേറ്റ്സും കുറച്ച് വൈനും ഒക്കെ വാങ്ങി നമ്മൾ നേരെ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ റൂമിൽ വന്നു കേട്ടോ. പിന്നെ അവിടെ തന്നെ അടുത്തൊരു ട്രാവൻകൂർ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻറ്റീൻ ഉണ്ട്, നമ്മുടെ ആരാംഘറിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഫുഡാണെന്നൊക്കെ കേട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ചെന്ന് നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 8:30 വരെ ഉള്ളൂ ഈ ക്യാൻറ്റീനെ. പോകുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത്. പിന്നെ ചപ്പാത്തി ചിക്കനും ഒക്കെ തട്ടി കൂട്ടത്തിൽ ഐസ്ക്രീം കണ്ടു. എത്ര തണുപ്പാണെങ്കിലും എനിക്ക് ഐസ്ക്രീം കണ്ടാൽ വിടാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് 2 ഐസ്ക്രീം ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാൻ വേണ്ടിയാണ് 1-2 സ്ഥലത്തൂടെ കയറണം. അങ്ങനെ അവിടെ തന്നെയുള്ള ഈ വില്ലിംഗ്ടൺ കണ്ടോൺമെന്റിൽ തന്നെയുള്ള ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അത് കയറി കണ്ടു, അടിപൊളിയാണ്. പക്ഷെ അവിടെ നിന്നൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് താഴെ ഇനി വന്നു. ടൗൺ ഏരിയയിൽ വന്നിട്ട് ഒരു 10-11 മണി ആയി എന്നത്തേന് കേട്ടോ. അവിടെ കയറി അടിപൊളി പൂരിയും പൊറോട്ടയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു പൈൻ ട്രീയുടെ സ്ഥലം കണ്ടു കേട്ടോ. അപ്പം തലേന്ന് തന്നെ നമ്മൾ പൈൻ ട്രീയുടെ ഒരു സ്ഥലത്ത് പോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ അന്നേരം റോഡ് പണിയായതുകൊണ്ട് മൊത്തം ക്ലോസ്ഡ് ആണ് കേട്ടോ. വരുന്ന വഴിക്ക് ഇങ്ങനൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ കയറി കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ വണ്ടിയെ കയറിപ്പോൾ തൊട്ട് വയ്യാഴികയായിരുന്നു, തലവേദനയൊക്കെ. അല്ലെങ്കിൽ ട്രിപ്പ് കഴിഞ്ഞ് വരുന്നുള്ള വരവ് ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ ഏകദേശം ഉച്ചയ്ക്കത്തെ ലഞ്ചും ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ചിങ്ങി പോകുന്നു കേട്ടോ. കാരണം ശനിയാഴ്ച രാത്രിയിലേക്ക് വന്നാലേ പിറ്റേ ദിവസം രാവിലെ നമുക്ക് വണ്ടി തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ചാർജ് കൂടെ കൊടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു ഏകദേശം ഒരു 8:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂരിലേക്ക് വന്നു. 6 മണി കഴിഞ്ഞ് ബാംഗ്ലൂർ വരുന്നവർക്ക് അറിയാം നമ്മൾ സ്റ്റക്കായി പോകുന്നുള്ള കാര്യം. അങ്ങനെ സ്റ്റക്കായി ഞങ്ങൾ ഏതോ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ വണ്ടിയൊക്കെ നിർത്തി ഫുഡും ഒക്കെ വാങ്ങി വീട്ടിൽ വന്നപ്പോഴേക്കും 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഊട്ടി പോക്കും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണണം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.